നന്മ 24ലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരാൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടത്. തൃക്കാക്കരയിൽ ഇത് തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തുള്ള ഇടച്ചറ ജംഗ്ഷൻ സമീപത്ത് റാഹത്ത് പത്തിരിക്കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച 3 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇന്ന് എറണാകുളം ജില്ലാ ഹെൽത്ത് വിഭാഗവും തൃക്കാക്കര നഗരസഭ ഹെൽത്ത് വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ഈ ഹോട്ടൽ പൂട്ടിച്ചു. ഇതോടൊപ്പം ഇൻഫോ പാർക്കിന്റെ പരിസരത്തുള്ള മറ്റു ഹോട്ടലുകളിലും പരിശോധന നടത്തി. അഴുകിയ സാഹചര്യവും അതുകൂടാതെ പഴകിയ ഭക്ഷണവും ഇവിടെ നിന്നെല്ലാം പിടിച്ചെടുത്തു. ഈ റാഹത്ത് പത്തരിക്കട ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 3 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായി പരാതി. അതുപോലെ തന്നെ ഹർഷ് ധാബ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. ഇവിടെയും പരിശോധന നടന്നു. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ജിനോ ബാർ ഹോട്ടൽ, ഇവിടെ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ഇതെല്ലാം ഓരോ ഹോട്ടലിൻ്റെ പേര് സഹിതമാണ് തൃക്കാക്കര നഗരസഭാ അങ്കണത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇടച്ചുറയിലെ ഹർഷ് ധാബ എന്ന ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇത് വെജിറ്റബിൾ മയോണൈസ് എന്ന് പറയുന്നു. ഇതിൻ്റെ വാക്കുകളിലൊക്കെ കാണാം ഒരുപാട് അഴുക്കുകളുണ്ട്. ഇത്രത്തോളം വൃത്തിഹീനമായ സാഹചര്യത്തിലൊക്കെയാണ് ഈ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഭാഗമൊക്കെ വളരെ വൃത്തിഹീനമായിട്ടായിരുന്നു കടന്നിരുന്നതായിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുപോലെ ചെയ്യുന്ന ഹോട്ടൽ ഉടമകൾക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് തൃക്കാക്കര നഗരസഭാ അധികൃതർ അറിയിച്ചു. തൃക്കാക്കര നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ എം മധുകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ജയചെയർമാരായ ഷംല എസ് ജെ, അബ്ദുൾ സത്താർ, നിതീഷ് റോയ്, സബീന എസ്, അമൽ തോമസ്, കൂടാതെ കാക്കനാട് PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശിധരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയ എന്നിവരും പങ്കെടുത്തു. വരും ദിവസങ്ങളിലും തൃക്കാക്കര നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്തുമെന്ന് തൃക്കാക്കര നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജർ സഹദേവൻ അറിയിച്ചു.